ഫ്രഷ് വരുമ്പോൾ മുഖത്ത് നോക്കാൻ പേടിച്ച് നിൽക്കുന്ന ആകാശ്. പക്ഷെ അതിലേതോ കുട്ടിയാണ്, എനിക്കറിയില്ല. അത് നോക്കി നിൽക്കുന്നു. മനസ്സ് മനസ്സിലായില്ലടോ. പൊട്ടിപ്പോയി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് ബ്ലൂം 2025-ലാണ്. നമ്മൾ ഇന്ന് കുറച്ച് ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അവരുടെ റിവ്യൂ ചോദിക്കുകയാണ്. സോ കമോൺ ഗൈസ്. അഭിജിത്ത് റെക്കോർഡൊക്കെ പിന്നെ ചെയ്യാം. ബ്ലൂമിന്റെ ഇതുവരെയുള്ള റിവ്യൂ ഫസ്റ്റ് ഹാഫ് കൊള്ളാം. കാര്യം പറയും. സത്യം കൊള്ളാടാ. എങ്ങനെയാണ് പരിപാടി? ഇനോഗ്രേഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? പരിപാടി നമ്മൾ വിചാരിച്ച നല്ലൊരു ഇതാണ് കിട്ടിയത്. അതല്ലേ? അതെ അതെ. ചീഫ് ഗസ്റ്റിനെ കുറിച്ചൊക്കെ അഭിപ്രായം? ചീഫ് ഗസ്റ്റ് ആരുടേത്? മൂപ്പര് വന്നപ്പോഴാണ് ഈ പിള്ളേർക്കൊക്കെ നല്ല എനർജി കിട്ടിയത്. മൂപ്പരാണ് ഇതിന്റെ സെൻട്രൽ മെയിൻ. മൂപ്പര് കൊള്ളാം. അപ്പൊ ഇതാണ് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോ നമ്മുടെ ഒപ്പം പഠിക്കുന്നില്ലെങ്കിൽ വേറൊരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കുട്ടിയോട് നമ്മൾ റിവ്യൂ ചോദിക്കാൻ പോവുകയാണ്. അപ്പൊ ബ്ലൂമിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് നമുക്ക് ചോദിച്ചോളാം. ഞാൻ സ്റ്റേജ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. സോ അവിടെ നോക്കാൻ നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. പക്ഷെ കുട്ടികൾക്ക് കുറച്ച് എനർജി കുറവായിരുന്നു എന്ന് തോന്നി. അത് എനർജി എന്തുകൊണ്ടാ കമ്മിയായെന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം കൊള്ളാം, സെറ്റ് എന്നൊക്കെ പുറത്തു പറയുന്നു. ഇതാണ് നമ്മുടെ മെയിൻ, നമ്മുടെ NCRCയുടെ സ്പന്ദനത്തിലുള്ള ഫുള്ളായിട്ടുള്ള നിൽക്കുന്ന ഷാജി ദ ഗ്രേറ്റ് ആണ്. അപ്പോൾ ഇവൻ ഇല്ലെങ്കിൽ ഒരു പരിപാടി ഇവിടെ നടക്കില്ല. പരിപാടി ഇനോഗ്രേഷനൊക്കെ ഡിസബിലിറ്റിയുള്ള കുട്ടിയായിരുന്നു, പറയാൻ മറന്നുപോയി. അതാണ് ഞങ്ങൾ അവരെ ക്യാമറ കൊടുത്ത് ഒതുക്കിയത്. അപ്പൊ ഗൈസ്, ഇതാണ് ഞങ്ങൾ തെരുവിന്ന് കിട്ടിയ, തെരുവെന്നല്ല, റാൻഡം ആയിട്ട് കിട്ടിയ കുറച്ച് ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവരടുത്ത് എങ്ങനെയാണ് ബ്ലൂം, എന്താണ് ഇവരുടെ എക്സ്പെക്ടേഷൻസ് ചോദിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ്. റോളിംഗ് ഷോട്ട് ആട്ടോ വേണ്ടത്. അപ്പൊ ഇത് എന്താണ് താങ്കളുടെ പേര് പറയൂ, എങ്ങോട്ടെങ്കിലും നടക്കൂ. ആകാശ് എന്ന് പേര് പറയൂ. എന്റെ പേര് ആകാശ്. അപ്പോ എന്താണ് ഇന്നത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ അതിന് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അളിയാ. അപ്പൊ തന്നെ ഇനോഗ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇനോഗ്രേഷൻ വളരെ അടിപൊളിയായിരുന്നു. ഞാൻ ഫണ്ണി ആയിരുന്നു. കുറച്ചൊക്കെ ഫസ്റ്റ് ഹാഫ് കുറച്ച് നല്ല ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അവിടെ കാണിച്ചു കൊടുക്കാം. അതെ, ഇവിടെ ഈ സൈഡിലുണ്ടോ. ഇതാണ് നമ്മുടെ അൻസൽ. അപ്പൊ ഇതാണ് നമ്മുടെ അൻസൽ. എന്റെ ഒപ്പം പഠിക്കാനൊക്കെ വരുന്നുണ്ട്. പക്ഷെ ആഴ്ചയിൽ എപ്പോഴെങ്കിലും ക്ലാസ്സിൽ കാണാറുള്ളൂ. HODയുടെ ഓമനക്കുട്ടനാണ്. അപ്പൊ നമ്മൾ പ്രത്യേക ഇഷ്ടം മനസ്സിലോട്ട്. രാവിലെ നമ്മളൊരു ക്ലിപ്സിൽ മുന്നേ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മള് ആകാശിന്റെ തന്നെ ഒരു ക്ലിപ്പാണ്. ഒരു കുട്ടി നടന്നു പോകുന്നു, ആകാശ് നാണിച്ച് അവിടെ നിൽക്കുന്നു. അതിനെ കുറിച്ച് ഒരു പറച്ചിൽ എന്താണ് അവിടെ നടന്നത്? നല്ല ഐശ്വര്യമുള്ള ഒരു കുട്ടിയായിരുന്നു. അതെ, ഡാൻസ് അല്ല, ഐശ്വര്യ നല്ല കുട്ടിയുടെ പേര്. കുട്ടിയുടെ പേര് നമ്മൾ റിവീൽ ചെയ്യുന്നില്ല. അത് നമ്മൾ ലാസ്റ്റ് സർപ്രൈസ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ തരുന്നതായിരിക്കും. ഗസ് ചെയ്യണവർക്ക് കമന്റ്സിൽ ഗസ് ചെയ്യണവർക്ക് എന്ത് കൊടുക്കണം? അങ്ങനെ ക്യാഷ് പ്രൈസ് തരുന്നതായിരിക്കും. അതെ, ഒരു ക്യാഷില്ല, ഒരു പ്രൈസും ഇല്ല. കുട്ടി നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണ്. അപ്പൊ കുട്ടിയാണോ ആരുടെ കുട്ടിയാണോ നമുക്ക് അറിയില്ല. അതുകൊണ്ടൊന്ന് നോക്കിപ്പോയി. അതെ, അത്രേ ഉള്ളൂ. മനസ്സിലാവുന്നതാണ്. പിന്നെ ഇതാണ് നമ്മുടെ എല്ലാമായ അനന്തു എന്ന് പറയുന്ന മഹാൻ. അനന്ത് ഭയങ്കര ഇൻട്രോവേർട്ട് ആണെന്നാണ്. പക്ഷെ ആ സത്യങ്ങൾ വേറെ ആർക്കും അറിയില്ല. ഇൻട്രോവേർട്ട് അല്ലാന്നാണ് അമ്മ പറഞ്ഞത്. അതേപോലെ അനന്തു ഇഷ്ടമായി സംഭവങ്ങളൊക്കെ? സംഭവങ്ങൾ ഇഷ്ടമായി. നമ്മളിപ്പോ ജസ്റ്റ് ഇനോഗ്രേഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതുവരെ പ്രോഗ്രാംസ് നല്ല എൻജോയ്, അടിപൊളിയാണ്. ഇനി രാത്രി നമ്മള് നമ്മുടെ മെയിൻ പരിപാടികൾ വരാൻ പോവുകയാണ്. രാത്രിയാണ്. ഒരു കാര്യം മറന്നുപോയി. ഒരു സ്പെഷ്യൽ ഗസ്റ്റ്, ലൈക്ക് ഒരു ഫേമസ് യൂട്യൂബർ ഇവിടെ വരുന്നതാണ്. അപ്പൊ അത് ആ വ്യക്തിയെ നമ്മൾ വീഡിയോയിൽ ചിലപ്പോൾ കാണിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയോ? നമുക്ക് നോക്കാം. ഗൈസ്, നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടിൽ ഇപ്പോ ഫുഡൊക്കെ ഭയങ്കര മോശമാണ്. റിവ്യൂസ് ഒക്കെ നമ്മൾ എടുത്തു. നമ്മൾ 4-5 വായി കഴിച്ചു. ഹൈദരാബാദി ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറയുന്നുണ്ട്. കൊള്ളൂല, പ്രൈസ് കൊള്ളൂല. 100 രൂപയ്ക്ക് ആകെ കിട്ടുന്ന ചിക്കൻ പീസ് ഇത്ര പോകുന്ന ചിക്കൻ പീസാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം റിവർ വ്യൂ റെസ്റ്റോറന്റിൽ നിന്നും 4 ചിക്കൻ ബിരിയാണി ഹാഫ് മേടിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേർന്നതാണ്. ബിരിയാണി വന്നു ഗായ്സ്. എങ്ങനെയുണ്ട് സഞ്ജയ്? സാധനം അടിപൊളി. അഭിനവ സൂപ്പർ സാധനം. നമ്മൾ ചോദിക്കാൻ വിട്ടുപോയി, ഡസൽ എങ്ങനെയുണ്ട് ബിരിയാണി? പറഞ്ഞു കുറച്ച് ബാക്കി കളയാൻ പോവാണ്. കളയില്ല. അഭിനവ തിന്ന് കഴിഞ്ഞിട്ട് ആർക്കും പണിയെടുക്കാൻ വയ്യ. അപ്പൊ ഞാൻ തന്നെ ചെയ്യണം. എന്താ ചെയ്യാം? ഹലോ, പറയൂ. നമസ്കാരം. കോർ കമ്മിറ്റി മെയിൻ ആണ്. കമ്മിറ്റി മീഡിയ ഗ്രൂപ്പാണ്. ചോദിച്ച് മനസ്സിലാക്കാം. പറയൂ.
ബ്ലൂമിന്റെ പരിപാടി ബ്ലൂമിന് ഗൈസ് ഇപ്രാവശ്യം വലിയ ഓളൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഇന്നെ ക്യാമറ ഇല്ലാതെ കണ്ണ് അത്യാവശ്യം ഓളം മെയിൻ ആളാണ്. പക്ഷെ അങ്ങനെയൊന്നും പോലും. ഓക്കെ ഗൈസ്, അപ്പൊ അതന്നെയാണ് സംഭവം. കാര്യമായിട്ടൊന്നും നമുക്ക് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ലെവലിൽ സംഭവം ഒന്നും ഇല്ല. പിന്നെ ഡസിലുണ്ട്, ഡസിൽ തന്നെ ബ്ലോഗിങ് തുടങ്ങി. നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്? ആൻഡ്രി ജെർമി മാത്രം പ്രതീക്ഷിക്കും. ഫുഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് ഗൈസ്. സിദ്ധാർത്ഥ ചീഫ് ഗസ്റ്റിന്റെ അഭിപ്രായം? നല്ല അഭിപ്രായം. ധ്യാൻ ശ്രീനിവാസനെ ചേട്ടൻ കൊള്ളായിരുന്നു. ഇവിടെ ഒരാൾക്ക് ഫീലായി ഗൈസ്, ഫീലായി. ഞങ്ങള് ഉത്തരവാദിയല്ല കേട്ടോ ബ്രേക്കപ്പ് ലൈക്കല്ല. ഇല്ല ഇതുവരെ എങ്ങനെ ഇഷ്ടായോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഫസ്റ്റ് ആയതുകൊണ്ട് എൻജോയ് ചെയ്യുന്നു. പ്രോഗ്രാംസ് ഒക്കെ നന്നായിട്ടുണ്ട്. ഫുഡിനെ കുറിച്ച് എന്താ പറഞ്ഞത്? നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പൊ കഴിച്ചിട്ടില്ല. Guys, നമ്മൾ പിടിച്ചു വരുത്തല്ലേ ഇവരെ വീടാണ്. അവർക്ക് വിശക്കണമെന്നാണ് പറയുന്നത്. ബിരിയാണി മാത്രം ബിരിയാണി ഉണ്ട്, ഐസ്ക്രീം സ്റ്റാൾ പോലെ. നമുക്ക് പുതിയൊരു ആൾക്കാരെ കിട്ടിയിരിക്കുകയാണ് റിവ്യൂ ചോദിക്കാൻ. ഇഷ്ടപ്പെട്ടോ ബ്ലൂം? ഫസ്റ്റ് ടൈം ആണോ വരുന്നത്? ഓക്കെ, ഒരു ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ചീഫ് ഗസ്റ്റ് കണ്ടവരൊക്കെ? കുഴപ്പമില്ല, നന്നായിരുന്നു. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ബ്ലൂമിന്റെ മെയിൻ ഈവന്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ഹരിശങ്കർ അല്ലേ? ഹരിശങ്കറിന്റെ പാട്ട് തുടങ്ങാൻ പോവാണ്. അതിനു മുമ്പുള്ള കുറച്ച് സമയം നമ്മൾ ടീ ബ്രേക്കിലാണ്. നമ്മളിപ്പോ ഉള്ളത് ഉണ്ട്. അവിടെ ചായ കുടിക്കുന്ന ലൈവ് സീൻസ് ആണ് അവിടെ കാണുന്നത്. പിന്നെ ഇവിടെ സ്പ്രൈറ്റ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഷൈമയാണ്. അപ്പൊ നമ്മൾ ടീ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പരിപാടിക്ക് പോകുന്നതായിരിക്കും. ആകാശേ, ഇന്ന് ചീഫ് ഗസ്റ്റ് വല്ലവരും ഉണ്ടോ? എന്റെ അഭിപ്രായത്തിൽ ഞാൻ ആരും കേട്ടിട്ടില്ല ഇതുവരെ. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ആർക്കും സൗണ്ട് ഇല്ലടാ. മൈ നെയിം ഈസ് ശരത് എസ് മേനോൻ. അല്ലേ, ശരത് എന്നല്ല പേര്. ശരത്താണ് നമ്മുടെ ഇടയിലെ ഏറ്റവും അടിപൊളി ചുള്ളൻ. നോക്ക് കോസ്റ്റ്യൂം നോക്ക്, ബ്ലാക്ക് പാന്റ്, ബ്ലാക്ക് ഷർട്ട് വിത്ത് സിൽവർ ചെയിൻ. സെക്കൻഡ് ചേലല്ലേ ഷാജി കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളി ഭംഗിയുള്ള സെക്കൻഡ് ഷർട്ട് അവനാണ് അവിടെ. സാധനം എങ്ങനെ ഉണ്ട്? ഡാൻസ് എങ്ങനെ ഉണ്ട്? ഉറക്കെ സൂപ്പർ ഇന്നലത്തെ പരിപാടിയാണോ? ഹരിയുടെ പരിപാടി സൂപ്പർ ആയിരുന്നു. ടിക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചാടി കളിച്ച് മതിയായി. ഉമ്മൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. ഇപ്പോഴും ഒന്നുകൂടി കേൾക്കാൻ തോന്നുന്നു. ഹരിയേട്ടൻ തന്നെ ഒന്നുകൂടി ഇന്ന് കൊടുന്നാലോ. ആകാശം കളിച്ച ചാട്ടൊക്കെ കാണായിരുന്നു. 10 കിലോ കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതെ, അതൊക്കെ അത്രേ ഉള്ളൂ. നല്ല കളി. 10 കിലോ കുറഞ്ഞതാ തോന്നണേ. പോലീസ് വരട്ടോ? പോലീസുകളൊക്കെ ഉള്ള അത് കിട്ടിയോ? കിട്ടി. പൊളിച്ചു സാധനം പരിപാടി. കീയൊക്കെ കൈന്റെ പിന്നാലെ പോകുന്നല്ലോടാ.
സീൻ സാധനം ഞങ്ങൾ അടിച്ച് പൊളിഞ്ഞോ കൂക്കി പൊളിച്ചിട്ട് അല്ല ഇത് നമുക്ക് വീണ്ടും റിപ്പയറിന് കൊടുക്കേണ്ടി വരും. സഞ്ജയ് പറഞ്ഞളിയാ നീ ഗൈസ്, അപ്പൊ നമ്മൾ ബ്ലൂമിന്റെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇവിടെ കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മളെല്ലാരും ഇവിടെ റെഡി ആയി നിൽക്കുകയാണ്. ഇവിടെ എല്ലാരും ഉണ്ട്. എക്സൈറ്റഡ്? അഭിഷേക് ജോന്റെ അതിഗംഭീരമായ പ്രകടനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കുറച്ച് വ്യക്തമായി എക്സ്പ്ലനേറ്ററി. ഈ ചെങ്ങായി ബാത്റൂമിൽ വീണ് വഴിക്ക് കാലൊളുക്കിയിട്ട് അവൻ ഡാൻസ് കളിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്, നിങ്ങളെ ശ്രദ്ധിക്കണം. കാലെവിടെ പറ്റി? സഞ്ജയ് എങ്ങനെയുണ്ട്? ബ്ലൂമേ എക്സൈറ്റഡ് ആണോ? ബ്ലൂം അടിപൊളിയാണ്. ബ്ലൂം അടിപൊളിയാണ്. അത് തുടങ്ങിയിട്ടില്ലല്ലോ. ഫെജറോട് വായിക്കുന്നത് പിന്നെയാണ് കീബോർഡ് സഞ്ജയാണ്. റിയലി? റിയൽ വെരി റിയൽ. ഹരിശങ്കർ വന്നപ്പോ കുറച്ച് സ്വരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. അതെ ഏത് സ്വരാണ് പറഞ്ഞത്? കൃത്യമായിട്ട് അങ്ങനെ കൂടുതൽ ചോദിക്കരുത്. സഞ്ജയ്ക്ക് എന്ത് സ്വരങ്ങള്? ഈസോ നോൺ സൈലന്റ് ആൻഡ് സിഗ്മ. Are you Sigma Swaroop? No. Is Namita Pramod your crush? No, she is a flop heroine. She has only a cafe. But why did you wait 2-3 minutes to take a photo with her? I appreciated her because she blocked it for Jitin sir and security and they allowed me to take photo. Are you excited for this event? very excited bro. Okay, are you a Fejo fan? Yes. Akash, what about you? No. What? ഫെജ അടിപൊളിയാണ്. ഫെജ സൂപ്പർ ആക്കും. ഇതെന്നാലും അടിച്ചു പൊളിക്കും. ഒരു പാട്ട് പാടുന്നു. No, Swaroop, no. Let's go. Okay, let's go. അങ്ങനെ പൂശല്ലോ. തീവ്രവാദികൾ IS എനിക്ക് പ്രേമിക്കാനാരുമില്ല, എനിക്ക് സ്നേഹിച്ച് പരിചയമില്ല, ശ്രമിക്കത്തില്ലേ നിങ്ങളുടെ പനക്കെന്നില്ലെന്ന് തെളിമ നീ വന്നു ചേരണമെൻ സംഗതിമ. അങ്ങനെ നമ്മുടെ മെയിൻ 2 താരങ്ങൾ വിട പറയുകയാണ്. പാലക്കാട് എന്ന കാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പകുതി തല പോയി. ഈ ബാംഗ്ലൂർ വെള്ളം വെച്ച ബാക്കി പകുതി പോകും. ഗൈസ് വെറും ഒരു അരമണിക്കൂർ ലേറ്റ് ആയി ഞങ്ങളെ കേട്ടാണ്ടിരിക്കുകയാണ്. 15 മിനിറ്റ് ആണ്. നമ്മുടെ അതിൽ പാസ് ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. വീണ്ടും മൂഞ്ചി ഗൈസ്. തേജസംഘോടെ വന്നിട്ടുണ്ട് ഗൈസ്. വളരെ അച്ചടക്കമുള്ള കുട്ടി. 3 മില്യൺ എന്ന അഹങ്കാരം ഉണ്ടെന്ന് തീരെ തോന്നുന്നില്ല. പക്ഷേ ചെറിയൊരു അഹങ്കാരം ഉണ്ട്. ശ്രീവിഷ്ണു അതേപോലെ വലിയ ഫാനാണ്. ശ്രീവിഷ്ണു അവളുടെ അച്ഛൻ ഉണ്ടാക്കി കൊടുത്ത ഫ്ലാറ്റിലാണ് ശ്രീവിഷ്ണു ജീവിക്കുന്നത്. ആ ശരി, അവളത് എന്തോ ബിൽഡേഴ്സ് ആണ്, ബിസിനസ് ആണ് തോന്നുന്നു അച്ഛന്. അതെ. ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷൻ ആൻഡ് ഇൻസ്ട്രുമെന്റ് സോളോ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ച വ്യക്തിയാണ് നമ്മുടെ കൂടെ നടക്കുന്നത്. സോളോ ആൻഡ് ഫ്യൂഷൻ ഓൾസോ. ഫ്യൂഷൻ ഇപ്പോൾ തൽക്കാലം ഇല്ല, പക്ഷെ കിട്ടും. ഞങ്ങൾ ജഡ്ജസിനോട് തല്ലുകൂടാൻ പോകുന്നുണ്ട്.
ഗൈസ് കോളേജിന്റെ മുകളിൽ നിന്നാണ് വരുന്നത്. ഈ ഭാഗ്യമുണ്ടെങ്കിൽ ഒന്ന് കാണാം. കോളേജിന്റെ മേലെ പാടം പോകുന്നു ഗൈസ്. മിസൈലുകൾ പറക്കുന്നു, കാറ്റുകൾ ആടുന്നു, മരച്ചില്ലുകൾ തുള്ളുന്നു. അവിടെ നിന്ന് വന്നു ഗൈസ്. ആ അവിടെയാണോ നീല കളറൊക്കെ? എന്തോ സാധനം പോകുന്നു.